നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളീയരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ താല്പര്യം തോന്നുന്ന വിധത്തിലുള്ള ഒരു പാഠഭാഗത്തിലെ ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. കേരളത്തിൽ ജീവിക്കുന്ന നമുക്ക് പഠിക്കാനുള്ള, നമ്മുടെ ചുറ്റുപാടുമുള്ള കാലാവസ്ഥയെക്കുറിച്ചും ആഘോഷങ്ങളെക്കുറിച്ചൊക്കെ എപ്പോഴും നമുക്ക് ഭയങ്കര കൗതുകമാണ്. ഈ ആഘോഷത്തിന് പിന്നിലുള്ള ഐതിഹ്യം എന്താണ്, ഈ പൂവിന് ഈ ആഘോഷത്തിലുള്ള പ്രാധാന്യം എന്താണ് എന്നൊക്കെ പലപ്പോഴും ചിന്തിക്കുമ്പോൾ നമുക്കതിനൊക്കെയുള്ള ചില ഉത്തരങ്ങൾ ഇട്ടുതരുന്ന ഒരു പാഠഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മുടെ പാഠഭാഗത്തിന്റെ പേര് പൂക്കളും ആണ്ടറുതികളും എന്നാണ്, അല്ലെ? പൂക്കളും ആണ്ടറുതി എന്നത്. അതിൽ പൂക്കൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആണ്ടറുതി എന്ന വാക്കിനെയാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്, അല്ലെ? ആണ്ടറുതി, ആണ്ടിലുണ്ടാകുന്ന അറുതി. ആണ്ട് എന്ന വാക്കിന്റെ അർത്ഥം കൊല്ലം എന്നാണ്, അല്ലെ? കൊല്ലത്തില് നമുക്ക് കുറച്ച് അറുതി, കുറച്ച് സമാധാനമൊക്കെ കിട്ടണം. വെറുതെ ഇങ്ങനെ പണിയെടുത്ത് ജീവിച്ചാൽ പോരാ, നമുക്ക് കുറച്ച് റിലാക്സേഷൻ വേണം, അല്ലെ? കുറച്ചൊക്കെ സമാധാനത്തോട് കൂടിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അതുകൊണ്ടാണല്ലോ ഒരാഴ്ചയിൽ ഞായറാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസം പ്രത്യേകമായി അവിടെ കൊടുത്തിരിക്കുന്നത്. അത്രയും ദിവസം നമ്മൾ പണിയെടുത്ത് ഞായറാഴ്ച ദിവസം നമ്മൾ വിശ്രമിക്കും. അതുപോലെ കൊല്ലത്തില് എല്ലാവർക്കും വേണ്ടിയിട്ട് ആഘോഷിക്കാനും സന്തോഷിക്കുവാനും വേണ്ടിയിട്ട് ചില ദിവസങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. ആ ദിവസത്തിന് ചില പ്രത്യേകതകളും കരുതി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ കേരളീയ അന്തരീക്ഷവുമായിട്ട് വല്ലാതെ ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇത്തരം കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യമേ നോക്കി പോകുന്നത്. വളരെ എളുപ്പത്തിലും കൗതുകത്തിലും ഈ കാര്യങ്ങൾ നമുക്ക് പഠിച്ചു പോകാം. അപ്പോൾ നിങ്ങൾ റെഡി ആണെങ്കിൽ ആദ്യത്തെ ചോദ്യം ഞാൻ ഇട്ടു തരികയാണ്. നോക്കാം, ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. മലയാള മാസങ്ങളാണ് ആദ്യമേ നമ്മൾ പഠിച്ചിരിക്കേണ്ടത്, അറിഞ്ഞിരിക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ആ ഒരു ഓർഡർ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ മലയാളികൾക്ക് കാർഷിക രാജ്യം എന്നറിയപ്പെടുന്ന മലയാളം, അതായത് കേരളത്തിൽ കൃത്യമായൊരു മലയാള മാസമുണ്ട്. അതേതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും ഒന്ന് പരിങ്ങും. അങ്ങനെ പരിങ്ങാതെ തന്നെ പഠിച്ചു പോവുക. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം. അതേ 12 മാസങ്ങൾ ഇവിടെ ഉണ്ട്, അല്ലെ? അപ്പൊ അത് പണ്ട് ഞാനൊക്കെ പഠിക്കുമ്പോൾ എന്നെ ഒരു പാട്ട് രൂപത്തിലാണ് ഇത് പഠിപ്പിച്ചിട്ടുള്ളത്, അല്ലെ? ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം. അപ്പൊ നമുക്ക് ആ ഒരു പാട്ടിന്റെ താളവും മാസങ്ങളുടെ ഓർമ്മയും നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. ഇത്രയും മലയാള മാസങ്ങൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അതിനുശേഷം എന്താണ് ഈ പാഠഭാഗത്തിൽ പ്രാധാന്യം എന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ് ഋതുക്കൾ. ഋതുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസൺസ് ആണ്. അതായത് നമ്മുടെ കേരളത്തില് പ്രധാനമായും എത്ര സീസൺസ് ഉണ്ടെന്ന് നോക്കുകയാണ്. അതിൽ ഓരോന്നും നമ്മൾ പഠിക്കുകയാണ്. വസന്തകാലമുണ്ട്, ഗ്രീഷ്മകാലമുണ്ട്, വർഷമുണ്ട്, ശരത്തുണ്ട്, ഹേമന്തമുണ്ട്, ശിശിരമുണ്ട്. ഇങ്ങനെ 6 കാലങ്ങളാണ് നമുക്കുള്ളത്, അല്ലെ? 6 സീസൺസ് ആണുള്ളത്. ഈ 6 സീസൺസിലും എന്തൊക്കെയാണ് പ്രത്യേകത? വസന്തകാലം, പൂക്കൾ വരികയാണ്, മഞ്ഞ് വരികയാണ്, വേനൽക്കാലം വരികയാണ്, മഴ വരികയാണ്, കൊയ്ത്തുകാലം വരികയാണ്. ഇതൊക്കെ ഏതൊക്കെ മാസങ്ങളിലാണ് എന്നതാണ് നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഏകദേശം ഒരു ചിത്രം ഞാൻ തന്നിട്ടുണ്ട്. ആ 6 കാലാവസ്ഥകളെ കുറിച്ചും സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായി നോക്കാം. കാലാവസ്ഥകൾ: കാലവർഷം, തുലാവർഷം, ശൈത്യകാലം, ഉഷ്ണകാലം. ഇങ്ങനെ 4ആയി നമ്മൾ പൊതുവേ അതിനെ തിരിക്കും, അല്ലെ? ഉഷ്ണകാലം, ചൂട്, ശൈത്യം, തുലാവർഷം, മഴയുടെ സമയം, അങ്ങനെ നമ്മൾ തിരിക്കുകയാണ്. ഓരോന്നും എടുത്ത് നമ്മൾ പഠിക്കും. അപ്പൊ ആദ്യം ഈ 4 നോക്കി വെക്കുക. ഇനി ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൂടെ നമ്മൾ ഈ ഓരോ കാലഘട്ടത്തെയും പഠിച്ചു പോവുകയാണ്, ഓരോ ആഘോഷത്തെയും പഠിക്കുകയാണ്. അങ്ങനെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. നോക്കാം. പ്രകൃതി സൗന്ദര്യത്തിൽ പൂർണ്ണമായി ആറാടാൻ തനിക്ക് കഴിയില്ല എന്ന് കവി പറയാനുള്ള കാരണം എന്താണ്? അവിടുത്തെ എഴുത്തുകാരൻ പറയുകയാണ്, ഈ പ്രകൃതിയുടെ സൗന്ദര്യത്തിൽ പൂർണ്ണമായും ആറാടാൻ എനിക്ക് പറ്റുന്നില്ല, പൂർണ്ണമായും അറിയാൻ എനിക്ക് പറ്റുന്നില്ല. എന്തുകൊണ്ട്? വലിയൊരു ചോദ്യമാണ്, അല്ലെ? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ നോക്കുന്നത്. നോക്കാം. പ്രകൃതിയുടെ സൗന്ദര്യത്തിൽ മോഹിതനായ കവി തൻ്റെ കാവ്യഭാവനയ്ക്ക് ആ സൗന്ദര്യത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയാത്തതിൽ നിരാശപ്പെടുന്നു.
കവി ഒരു ആവിഷ്കാരകനാണ്, അല്ലെ, ആവിഷ്കരിക്കുന്ന ആളാണ്. പക്ഷെ പ്രകൃതിയിലേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹത്തിന് തോന്നുകയാണ് ഇത് മൊത്തം എനിക്കൊന്ന് അവതരിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ, ഇതൊക്കെ അതുപോലെ എടുത്ത് എനിക്ക് ജനങ്ങളെ കാണിക്കാൻ, എൻ്റെ വായനക്കാരെ കാണിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് നിരാശപ്പെടുകയാണ്. എന്താണ് ആ നിരാശയ്ക്കുള്ള കാരണം എന്നതായിരുന്നു നമ്മുടെ ചോദ്യം, അല്ലെ. അപ്പൊ വിഷമിക്കുകയാണ് എഴുത്തുകാരൻ. കാരണം ഇത് മുഴുവനായും എനിക്ക് ആളുകളെ അറിയിക്കുവാൻ പറ്റുന്നില്ലല്ലോ. ഓരോ കാലത്തും പ്രകൃതിക്ക് ഭാവമാറ്റങ്ങൾ ഉണ്ടാകുന്നു. എല്ലാ സമയത്തും പ്രകൃതി ഒരുപോലെ നിൽക്കില്ല, അല്ലെ. ചിലപ്പോൾ മഴയായിരിക്കാം, ചിലപ്പോൾ വേനലായിരിക്കാം, ചിലപ്പോൾ നല്ല മഞ്ഞായിരിക്കാം. അങ്ങനെ പ്രകൃതിയിൽ പല വ്യത്യാസങ്ങൾ ഉണ്ടാവുകയാണ്. ഓരോ ഭാവത്തിലും അതിൻ്റെതായ സൗന്ദര്യമുണ്ട്. മഴയ്ക്ക് മഴയുടേതായ സൗന്ദര്യമുണ്ട്, മഞ്ഞിന് മഞ്ഞിൻ്റെതായ സൗന്ദര്യമുണ്ട്, വെയിലിന് വെയിലിൻ്റെതായ സൗന്ദര്യമുണ്ട്. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ആ പ്രകൃതി പ്രതിഭാസങ്ങൾക്ക് ഓരോന്നിനും അതിൻ്റെതായ സൗന്ദര്യമുണ്ട്. പ്രകൃതി സൗന്ദര്യം വർണ്ണനാതീതമാണ്. പ്രകൃതി സൗന്ദര്യം വർണ്ണനാതീതമാണ്. നമ്മൾ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരികയാണ്. പ്രകൃതി സൗന്ദര്യം എന്ന് പറയുന്നത് വർണ്ണനാതീതമാണ്. വർണ്ണിക്കുവാൻ പറ്റുമോ, വർണ്ണിച്ച് തീരുമോ എന്നതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. വർണ്ണനാതീതമാണ്, വർണ്ണനയ്ക്കും അതീതമാണ്, അപ്പുറമാണ് എന്നാണ് പറയുന്നത്. വർണ്ണിച്ചുകൊണ്ട് തീർത്തു പറയാൻ പറ്റില്ല. നമുക്കൊരാളുടെ വെയിറ്റ് കൃത്യമായി പറയാം, ഇന്ന ആള് ഇത്ര കിലോ ഉണ്ട് എന്ന് പറയാം. പക്ഷെ പ്രകൃതിയുടെ സൗന്ദര്യം എത്രത്തോളം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വർണ്ണനയ്ക്കും അതീതമാണ്, അപ്പുറമാണ് എന്ന് സൂചിപ്പിക്കുകയാണ് എഴുത്തുകാരൻ. നോക്കാം, സർഗാത്മകതയ്ക്ക് അതിന്റെ സൗന്ദര്യം പൂർണ്ണമായി ഉൾക്കൊള്ളാനാകില്ല. സർഗാത്മകത, ഓരോരുത്തർക്കും ഓരോ സർഗാത്മകതയുണ്ട്, കഴിവുണ്ട്, അല്ലെ. അപ്പൊ അവരവരുടേതായ കഴിവിനനുസരിച്ചായിരിക്കും അതിനെ പുറത്തേക്ക് എഴുത്ത് രൂപത്തിൽ കൊണ്ടുപോകുക. അങ്ങനെ ഒരു കവിക്ക് തന്റെ സർഗാത്മകതയിലൂടെ മുഴുവനായും ഈ സൗന്ദര്യത്തെ പുറത്തെത്തിക്കാൻ സാധിക്കുന്നില്ല. അതാണ് കവിയുടെ വിഷമം. തനിക്ക് ഇതിനെ അങ്ങോട്ട് മുഴുവനായിട്ടും ആസ്വദിച്ച് അതിൻ്റെതായ രീതിയിൽ എഴുതാനോ ജനങ്ങളിലേക്ക് എത്തിക്കാനോ പറ്റുന്നില്ലല്ലോ. ഒരൊറ്റ പോയിന്റിലേക്ക് നമ്മൾ ഇത് ഒതുക്കുകയാണ്. വർണ്ണനാതീതമാണ്, വർണ്ണനയ്ക്കും അതീതമാണ്, അപ്പുറമാണ് സൗന്ദര്യം എന്ന് പറയുകയാണ്. നോക്കാം, അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. കേരളം ഒരു കാർഷിക പ്രദേശമാണെങ്കിലും കർഷകരുടെ കുടുംബങ്ങളിൽ എന്നും പഞ്ഞമാണ്. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? കേരളം ഒരു കാർഷിക പ്രദേശമാണ്, അല്ലെ. കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണ്. പക്ഷെ കൃഷിയാണെന്നുണ്ടെങ്കിലും അവർക്ക് ആകെ പഞ്ഞമാണ്. പഞ്ഞം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാരിദ്ര്യമാണ്, ഇല്ലായ്മ അനുഭവിച്ച് വളരുന്നവരാണ് കേരളത്തിലെ കർഷകരിൽ ഭൂരിഭാഗവും എന്ന് പറയുകയാണ്. അതിന് കാരണം എന്താണ് എന്നതാണ് നമ്മുടെ അടുത്ത പ്രധാനപ്പെട്ട ഒരു ചോദ്യം. നോക്കാം, കേരളം ഒരു കർഷക സംസ്ഥാനമാണ്, അല്ലെ. കർഷക സംസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി ചെയ്ത് ജീവിക്കുന്നവരായിരുന്നു കൂടുതലും. എന്നാൽ കൃഷിയിലൂടെ ജീവിതം മെച്ചപ്പെടുത്തുവാൻ കർഷകർക്ക് കഴിയുന്നില്ല. കൃഷി ചെയ്തുകൊണ്ട് ജീവിതം മെച്ചപ്പെടണം. നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിലൊരു മെച്ചപ്പാടുണ്ടാകണം, അല്ലെ. ഒരു ലാഭം ഉണ്ടാവണം, ഒരു ഉയർച്ച ഉണ്ടാവണം. അങ്ങനെ ഉയർച്ച ഇല്ലാത്ത ഒരു വിഭാഗമായിട്ട് കർഷകർ മാറുകയാണ്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്നും കർഷകർക്കുണ്ട് എന്ന് പറയുകയാണ്. അന്നത്തെ സാമൂഹിക അവസ്ഥയും, അന്നത്തെ സാമൂഹിക അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മിത്തമാണ്. ജന്മിമാര് കർഷകരെ അല്ലെങ്കിൽ അടിയാന്മാരെ അടക്കി ഭരിച്ചിരുന്ന കാലം. അവരുടെ ഭൂമിയിൽ, ജന്മിയുടെ ഭൂമിയിൽ പട്ടിയെ പോലെ പണിയെടുക്കുകയാണ് കർഷകർ. എന്നിട്ട് അവർക്ക് വേണ്ട കൂലിയോ മറ്റൊന്നുമോ കൊടുക്കുന്നില്ല, അല്ലെ. അങ്ങനെയുള്ള അവസ്ഥയിൽ അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഇവർ പഞ്ഞം അനുഭവിച്ചത് എന്ന് പറയുകയാണ്. നോക്കാം, കാലാവസ്ഥയും കർഷകർക്ക് അനുകൂലമായിരുന്നില്ല. കാലാവസ്ഥ അനുകൂലമായിരുന്നില്ല. ചിലപ്പോൾ കൃഷി ഇറക്കുന്ന സമയത്തായിരിക്കും പ്രകൃതിയും ചതിക്കുക, അല്ലെ. പ്രകൃതി നല്ലൊരു മഴയുടെ രൂപത്തിലോ നല്ലൊരു വരൾച്ചയുടെ രൂപത്തിലോ വന്നു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ. അപ്പൊ രണ്ട് കാര്യങ്ങള്, ജന്മിത്ത പ്രശ്നം ഉണ്ടായിരുന്നു. അന്നത്തെ കാലാവസ്ഥയും ജന്മിത്ത പ്രശ്നവുമാണ് അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് പഞ്ഞം വരാൻ വേണ്ടിയിട്ടുള്ള കാരണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഈ ഒരു ചോദ്യം കിട്ടിയിട്ടുണ്ടാവുമല്ലോ. നോക്കാം, അടുത്തത് നോക്കാം. ശബളാഭമായ ഒരു പൂപ്പാലികയാണ് കേരളം. പൂപ്പാലികയാണ് കേരളം, ഒരു പൂത്തട്ടാണ് കേരളം എന്ന് പറയുകയാണ്. എന്താണ് അങ്ങനെ പറയാൻ കേരളം? കേരളത്തെ പൂപ്പാലിക എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതാണ് ചോദ്യം. നോക്കാം, ഉത്തരത്തിലേക്ക് വരികയാണ്. നാട്ടുപൂക്കളുടെ ഒരു കലവറയാണ് കേരളം. എന്തിന്റെ കലവറ?
നാട്ടുപൂക്കളുടെ, ആലോചിച്ച് വെക്കുക, ഒരുപാട് പൂക്കളുണ്ട് നമ്മുടെ കേരളത്തിൽ. ഒന്നോ രണ്ടോ വിധത്തിലുള്ളതല്ല, എണ്ണിയാൽ ഒതുങ്ങാത്ത അത്രയും വിധത്തിലുള്ള പൂക്കൾ നമ്മുടെ കേരളത്തിൽ നാനാവിധങ്ങളിലും എല്ലാ ഭാഗത്തും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളം ഒരു പൂപ്പാലികയാണ്, കേരളം നാട്ടുപൂക്കളുടെ കലവറയാണ് എന്ന് പറയാനുള്ള കാരണവും അത് തന്നെയാണ്. കേരളീയരുടെ ആചാരാനുഷ്ഠാനമായും ജീവിതവുമായും പൂക്കൾ ചേർന്നു നിൽക്കുന്നു. കർഷകരുടെയും കേരളത്തിൽ ജീവിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതമായി പൂക്കൾക്ക് നല്ല ബന്ധമുണ്ട്. നമ്മൾ രാവിലെ എനിക്കൊന്ന് പാഠഭാഗത്ത് കൊടുത്തിട്ടുണ്ടല്ലേ, ആദ്യകാലത്തെ സ്ത്രീകളുടെ ആദ്യം അവർ രാവിലെ തന്നെ കുളിച്ച് കുറി തൊട്ട് പൂക്കൾ നുറുക്കി പൂക്കൾ നുള്ളിയിട്ട് മാല കെട്ടി അമ്പലത്തിൽ കൊടുക്കുകയാണ്. ചില സ്ത്രീകൾ അത് തലയിൽ ചൂടുകയാണ്. ഓരോ ആഘോഷവുമായി ബന്ധപ്പെട്ട് പൂക്കളുണ്ട്. കണിക്കൊന്ന വിഷുവുമായി ബന്ധപ്പെട്ട്, തുമ്പ ഓണവുമായി ബന്ധപ്പെട്ട്, അങ്ങനെ ഓരോ ആഘോഷത്തിനും ഓരോ പൂക്കൾക്ക് പ്രത്യേകതയുണ്ട്. അങ്ങനെ വ്യത്യസ്തതരമായ പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമാണ്. അത് നമ്മുടെ ജീവിത രീതിയുമായും വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയാണ് അല്ലെ. തലയിൽ ഒരു പൂ ചൂടാൻ ആഗ്രഹിക്കാത്ത സ്ത്രീകളില്ല എന്ന് പറയാറുണ്ട് അവരെപ്പോഴും. അതുകൊണ്ട് തന്നെ ഇന്ന് പൂ കിട്ടിയില്ലെങ്കിലും പൂവിന്റെ രൂപത്തിലുള്ള പ്ലാസ്റ്റിക്കിന്റെ വസ്തുക്കൾ തലയിൽ ചൂടി ക്ലിപ്പുകൾ തലയിൽ വെച്ചുകൊണ്ട് സ്ത്രീകൾ നടക്കാറുണ്ട്. അതെങ്ങനെയാണ് ഓരോ പരിപാടിക്കും നമ്മൾ സ്റ്റേജ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നത് അല്ലെ, വേദി ഒരുക്കുന്നതും പൂക്കൾ വെച്ചുകൊണ്ടാണ്. പൂക്കൾ എന്നും കേരളീയർക്ക് പ്രിയപ്പെട്ടതാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ, എന്തിന്, മരിക്കുമ്പോൾ പോലും നമ്മൾ റീത്ത് വെക്കും അല്ലെ, പൂവിന്റെ ചക്രം വെക്കുകയാണ്. അപ്പോ ജനനം മുതൽ മരണം വരെ നമ്മുടെ കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നായി പൂക്കൾ മാറുകയാണ്. അടുത്തൊരു ചോദ്യം, എന്താണ് ആണ്ടറുതികൾ? പൂക്കളും ആണ്ടറുതികളും എന്ന പേര് നമ്മൾ കണ്ടു. ആണ്ടറുതി എന്നത് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആണ്ടിന്റെ, അതായത് വർഷത്തിന്റെ അറുതിയാണ്. വർഷത്തിൽ നമുക്ക് കിട്ടുന്ന സമാധാനമാണ്, സ്വസ്ഥതയാണ് നമ്മൾ ആണ്ടറുതികൾ എന്നറിയപ്പെടുന്നത്. നോക്കാം, ഋതുക്കളിൽ ഉണ്ടാകുന്ന മാറ്റവും അവയുടെ അവസാനവും വീട്ടിയാണ് കേട്ടോ. വീട്ടി എന്താ പറയുന്നത്? വീട്ടി ഭട്ടതിരിപ്പാട് കേട്ടോ. ഭട്ടതിരിപ്പാട് ആണ്ടറുതിയുമായി കൽപ്പിച്ചിരിക്കുന്നത് ആണ്ടിന്റെ, അതായത് വർഷത്തിന്റെ അറുതിയാണ്. ഒരു വർഷത്തിൽ ഇങ്ങനെ ജോലി എടുത്ത് പോയാൽ മാത്രം പോരാ, നമുക്കൊന്ന് സന്തോഷത്തോടെയും കുറച്ചൊന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം വേണം. ആ വിശ്രമിക്കാനുള്ള സമയങ്ങളാണ് നമ്മളുടെ കേരളത്തിന്റെ ഓരോ ആഘോഷങ്ങളും. വിഷു ആയാലും ഒപ്പം തന്നെ ഓണമായാലും തിരുവാതിരയായാലും കേരളീയർ എന്നും ആഘോഷിച്ചു പോരുന്ന, ഒരുപോലെ ആഘോഷിക്കുന്ന ആഘോഷങ്ങളാണ്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആണ്ടറുതികളാണ്. ആണ്ടിൽ കിട്ടുന്ന സന്തോഷങ്ങളാണ്, സമാധാനങ്ങളാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇവയാണ് വീട്ടി ആണ്ടറുതികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. വീട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടി ഭട്ടതിരിപ്പാടാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം എഴുതിയിരിക്കുന്നത് അല്ലെ. അതുകൊണ്ടാണ് വീട്ടി അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത്. കേരളത്തിലെ പ്രധാന ആണ്ടറുതികൾ ഏതൊക്കെയാണ്? കേരളത്തിൽ അല്ലെ കുറെ ആണ്ടറുതികളുണ്ട്. നമുക്ക് ഇത് കൂടാതെ ക്രിസ്തുമസും അങ്ങനെ ഓരോ ആഘോഷങ്ങളും, ഒരു മതപരമായിട്ടുള്ളതും രാഷ്ട്രീയപരമായിട്ടുള്ളതും, അങ്ങനെ ഓരോ ആഘോഷങ്ങൾ നിൽക്കുന്നുണ്ട്. പ്രദേശമായിട്ടുള്ളത് അല്ലെ, ഉത്സവങ്ങൾ ഓരോ പ്രദേശത്തുള്ളതാണ്. പക്ഷേ കേരളം മൊത്തത്തിൽ ആഘോഷിക്കുന്ന 3 ആണ്ടറുതികൾ, ആഘോഷങ്ങൾ. 1 ഓണം, 2 വിഷു, 3 തിരുവാതിര. ഇത് 3മാണ് കേരളീയർക്ക് എന്നും പ്രിയപ്പെട്ടതായി അറിയപ്പെടുന്ന 3 ആഘോഷങ്ങൾ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മനസ്സിൽ ഇട്ടുപോവുക. ഇത്തരം കാര്യങ്ങൾ ഓരോന്നും നമുക്ക് എണ്ണി എടുത്ത് എഴുതാനുള്ളതാണ്. അതുകൊണ്ട് ഒരു ഉത്തരവും നമുക്ക് വേസ്റ്റ് ആവുന്നില്ല, ഒരു ഉത്തരവും വെറുതെ ആകുന്നില്ല. ഓരോ ഉത്തരവും നമ്മുടെ 4 മാർക്കിലേക്കും 6 മാർക്കിലേക്കുമുള്ള കൂട്ടിയിരിപ്പുകളാണ് എന്ന് മാത്രം ആലോചിക്കുക. നോക്കാം, ആണ്ടറുതികളുടെ പ്രാധാന്യം എന്ത്? എന്തിനാണ് ഇങ്ങനെ ആണ്ടറുതി വെക്കുന്നത്, ഇങ്ങനെ ആഘോഷങ്ങൾ വെക്കുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് എഴുതണം. ഓരോ ഋതുവിലും, ഋതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലമാണ് അല്ലെ, ഓരോ ഋതുവിലും മലയാളിക്ക് ഓരോ കാർഷികാഘോഷങ്ങളുണ്ട്. കാർഷികാഘോഷങ്ങളാണ് നമുക്കുള്ളത്. നമ്മൾ പ്രധാനമായും കൃഷി ചെയ്ത് ജീവിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് കാർഷിക ആഘോഷങ്ങളാണ് നമുക്കുള്ളത്. വിശ്രമമില്ലാത്ത കർഷകരുടെ ജീവിതത്തിന് വിശ്രമവും സന്തോഷവും പകരുന്നതാണ് ആണ്ടറുതികൾ. ആ പോയിന്റ് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. വിശ്രമമില്ലാത്ത ജീവിതത്തിന്, വിശ്രമമില്ലാത്ത കർഷകരുടെ ജീവിതത്തിന് വിശ്രമവും സന്തോഷവും പകരുന്നതാണ് ആണ്ടറുതികൾ. അത്തരത്തിലുള്ള 3 ആണ്ടറുതികൾ ഓണം, വിഷു, തിരുവാതിര എന്നീ പ്രധാന ആഘോഷങ്ങളിൽ ഓണം സമൃദ്ധിയുടെയും,
ആലോചിച്ച് വെക്കുക. ഓണം സമൃദ്ധിയുടെയും, ഓണക്കാലത്ത് നിറയെ സമ്പന്നമായി നിൽക്കുകയാണ് കേരളം. അതായത് വിളകൾ കൊണ്ടും പൂക്കൾ കൊണ്ടൊക്കെ കേരളം ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. വിഷു അധ്വാനത്തിന്റെയും ആ സമയത്താണ് കാർഷിക വിളകൾ കൂടുതലായും കാണാം. അതുകൊണ്ട് തന്നെ വിഷു അധ്വാനത്തിൻ്റെതാണ് എന്ന് പറയുകയാണ്. അധ്വാനിച്ചതിന്റെ ഫലം അല്ലെ, കർഷകർ അത്രയും നാള് കൃഷി ചെയ്തതിന് ശേഷം ആ വിളകളൊന്ന് എടുത്തു വെച്ചുകൊണ്ട് അവർ കുറച്ചു നാൾ വിശ്രമിക്കുന്ന സമയമാണ് ഈ വിഷുവിന്റെ സമയം അല്ലെ. വിഷുവിന്റെ സമയത്താണ് അവരൊന്ന് വിശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്ര നാൾ അവർ പണിയെടുത്ത മുതൽ അവരുടെ കയ്യിലുണ്ടാവും അല്ലെ, ആ വസ്തുക്കൾ അവരുടെ കയ്യിലുണ്ടാവും. അതുകൊണ്ട് വിഷു അധ്വാനത്തിന്റെയും തിരുവാതിര സൗന്ദര്യത്തിന്റെയും, തിരുവാതിരയുമായി ബന്ധപ്പെട്ട് ശിവന്റെയും പാർവതിയുടെയും ഒരു കഥ ഞാൻ പറഞ്ഞു തന്നിരുന്നു അല്ലെ. പാർവതി ശിവനു വേണ്ടിയിട്ട് തപസ് ചെയ്ത കഥ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് അപർണ എന്ന പേര് വന്നത് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു അല്ലെ. ഇല പോലും ഭക്ഷിക്കാതെ ഒക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് തപസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് അപർണ, പർണം ചെയ്യാത്തവൾ, ഇല പോലും ഭക്ഷിക്കാത്തവൾ എന്നൊരു പേര് പാർവതിക്ക് ലഭിക്കുകയും അങ്ങനെയുള്ള പേരാണ് ഇന്ന് നമ്മുടെ ചുറ്റുപാടും കാണുന്നത്. അത്തരത്തിലുള്ള കഥയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ ശിവനെയും പാർവതിയുമേയും ബന്ധപ്പെട്ട്, ശിവനും പാർവതിയും നമ്മൾ പറയാറുണ്ട് അല്ലെ. ശിവനും പാർവതി തന്റെ ശരീരത്തിന്റെ പകുതിയാണ് അർദ്ധനാരീശ്വര സങ്കല്പം അല്ലെ, തന്റെ പകുതിയാണ് തന്റെ ഭാര്യ എന്ന് നമ്മൾക്ക് പറഞ്ഞു തന്ന, കാണിച്ചു തന്ന, ജീവിച്ച് കാണിച്ചു തന്ന ഒരു മനുഷ്യനായിരുന്നു ആര്? ശിവൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ശിവനുമായി ബന്ധപ്പെട്ട, പാർവതിയുടെ തപസ്സുമായി ബന്ധപ്പെട്ട ഒരു ആചാരമാണ് തിരുവാതിര. ഇത് സൗന്ദര്യത്തിന്റെ, അതായത് കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്ത്രീകള് ഈ ഒരു തിരുവാതിര ആഘോഷത്തിൽ പങ്കെടുക്കാറുണ്ട്. അതായത് കുടുംബജീവിതം നന്നായിട്ട് പോകാനും തൻ്റെ ഭർത്താവിന് ആരോഗ്യ സൗഖ്യം ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ തിരുവാതിര ഇങ്ങനെ ആഘോഷിക്കുന്നത്. അപ്പൊ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും അവരുടെ കുടുംബത്തിൽ മനസ്സിനൊരു സൗന്ദര്യം ഉണ്ടാവണം. ആ ഒരു സൗന്ദര്യം ഉണ്ടെങ്കിലേ ഈ കുടുംബം മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പൊ സൗന്ദര്യത്തിന്റെയും വിശ്വാസത്തിന്റെയും അടയാളമായി ശിവന്റെയും പാർവതിയുടെയും കാര്യം പറഞ്ഞു അല്ലെ. അപ്പൊ അതൊരു വിശ്വാസത്തിന്റെ ഭാഗമായി കൂടി കേരളീയർ അനുഷ്ഠിച്ചു പോരുന്നതാണ് എന്ന് ആലോചിച്ച് വെക്കുക. തിരുവാതിരയും കിട്ടി, വിഷുവും കിട്ടി, ഓണവും കിട്ടി. ഈ 3 ആഘോഷങ്ങളാണ് പ്രധാനമായും കേരളീയർ ആഘോഷിച്ചു പോരുന്നത്. അതെന്തുകൊണ്ട്? ഈ ഒരു പോയിന്റ് കൃത്യമായി പഠിച്ചു വെക്കുക. ഓണം സമൃദ്ധിയുടെയും, വിഷു അധ്വാനത്തിന്റെയും, തിരുവാതിര സൗന്ദര്യത്തിന്റെയും വിശ്വാസത്തിന്റെയും അടയാളങ്ങളാണ്. ഇത് കൃത്യമായി ആലോചിച്ചിരിക്കുക. നമുക്ക് എവിടെയും എഴുതാൻ സാധിക്കണം. അടുത്തത് ചോദ്യം, ഉത്സവം, വേല, പൂരം എന്നീ ആഘോഷങ്ങൾക്ക് കാർഷിക ജീവിതവുമായി എങ്ങനെയെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു? ഇത് 3 ആഘോഷങ്ങൾ, ഉത്സവം, വേല, പൂരം അല്ലെ, പ്രാദേശികപരമായിട്ടുള്ള ഇക്കാര്യങ്ങൾ എങ്ങനെയാണ് ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് നോക്കാം. ഓരോ ആഘോഷത്തിനും കാർഷിക ജീവിതവുമായി ബന്ധമുണ്ട്. നമ്മുടെ ഏത് ആഘോഷം എടുത്തു നോക്കിയാലും ഏറ്റവും അവസാനം അവ വട്ടം ചെന്നെത്തുക കൃഷിയുമായി ബന്ധപ്പെട്ടായിരിക്കും. ആ ഒരു സംസ്കാരം തന്നെയാണ് നമുക്കുള്ളത്. ആ ഒരു സംസ്കാരത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഓരോ ആഘോഷത്തെയും ചിട്ടപ്പെടുത്തി എടുത്തിരിക്കുന്നത്. നോക്കാം, അധ്വാനിച്ചുണ്ടാക്കുന്ന കാർഷിക വിഭവങ്ങളും അതിനുവേണ്ടി നൽകിയ അധ്വാനത്തിനും ഈ ആഘോഷങ്ങളുമായി ബന്ധമുണ്ട്. അധ്വാനിച്ചുണ്ടാക്കിയ കാർഷിക വിഭവങ്ങളും അതിനുവേണ്ടി നൽകിയ അധ്വാനവും ഈ ആഘോഷത്തിൽ ബന്ധമുണ്ട് എന്ന് പറയുകയാണ്. അപ്പൊ അധ്വാനത്തെക്കുറിച്ചും അത്ര നാൾ അവർ ചിലവഴിച്ച അധ്വാനത്തെക്കുറിച്ചും ആ വിഭവങ്ങളും, അത്ര നാൾ അധ്വാനിച്ചതിന് ശേഷം വിഷു വരികയാണ്. വിഷു വരുമ്പോൾ ഈ അധ്വാനിച്ച സാധനങ്ങൾ അത്രയും വിഷുക്കണിക്കായി നമ്മൾ ഒരുക്കി വെക്കുകയാണ്. ചക്ക, മാങ്ങ, അങ്ങനെ പറമ്പിൽ കാണുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ കൊണ്ടുവന്ന് വെക്കുകയാണ്. കാരണം ആ ഒരു സമയത്താണ് ഈ ഫലവൃക്ഷങ്ങൾ മുഴുവനായിട്ട് കായ്ക്കുന്നത്. അങ്ങനെയുള്ള ആ ഒരു സമ്പന്നത എടുത്തു കാട്ടാൻ വേണ്ടിയിട്ട് ഓരോ ആഘോഷങ്ങളും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് പറയുകയാണ്. ഓണം ശുചിത്വത്തിന്റെ അടയാളമാകുന്നത് എങ്ങനെയാണ്? ഓണാഘോഷം എങ്ങനെയാണ് ശുചിത്വത്തിന്റെ അടയാളമാകുന്നത് എന്നതാണ് അടുത്തൊരു ചോദ്യം. ഓണം ആവുമ്പോൾ അല്ലെ, ഇപ്പോ ഓണാവുകയാണ്, ഓണത്തിന്റെ സമയത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അല്ലേ ഓണാഘോഷത്തിലേക്ക്. പക്ഷെ നമ്മൾ അത്ര അങ്ങോട്ട് വലിയൊരു ആഘോഷത്തിലേക്ക് വീഴുന്നില്ല. കാരണം ആ വയനാടിനൊപ്പം നമ്മൾ എല്ലാവരും ചേർന്ന് നിൽക്കുകയാണ് അല്ലേ. പരമാവധി പൈസ അങ്ങോട്ടേക്ക് എത്തിക്കാനും അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വലിയ ആഘോഷങ്ങളില്ലെങ്കിലും നമ്മളുടേതായ രീതിയിലുള്ള ചെറിയ സന്തോഷങ്ങൾ നമ്മൾ കണ്ടെത്തും. അങ്ങനെയുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. നോക്കാം, ഓണം ശുചിത്വത്തിന്റെ അടയാളമായി. ഓണം വന്നു കഴിയുമ്പോൾ അതുവരെ ഇല്ലാത്ത
ഇടമുറിയാത്ത വൃത്തിയാക്കലായിരിക്കും നമ്മുടെ വീടുകളിൽ. ഇത് ഓരോ മൂലകളും, മുക്കും മൂലകളും അടിച്ചു വാരുന്നു, മാറാമ്പലുകൾ അടിച്ചു വാരുന്നു, പറമ്പ് മുഴുവൻ ക്ലീൻ ആക്കുന്നു. ഈ അടക്കി വെച്ചിരിക്കുന്ന ഇതുവരെ ഇടാത്ത തുണികളായിരിക്കും, അതടക്കം എടുത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കിയിടുന്നു. പാത്രങ്ങൾ അല്ലേ, നമ്മുടെ വീടിന്റെ ഉള്ളില് അരിപ്പൊടി, മഞ്ഞപ്പൊടി സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന എല്ലാ പാത്രങ്ങളും എടുത്തുകൊണ്ട് അതിൽ നിന്ന് പൊടികളൊക്കെ മാറ്റിക്കൊണ്ട് ആ പാത്രങ്ങൾ കഴുകുന്നു. അങ്ങനെ സർവത്ര നമ്മൾ വൃത്തിയാക്കിയിട്ടാണ് ഓണത്തെ വരവേൽക്കുന്നത് അല്ലെ. അതിന്റെ ആവശ്യം എന്താണ് എന്ന് ചോദിക്കുകയാണ്. മനുഷ്യന്റെ ഉള്ളിലുള്ളതും പുറമേയുള്ളതുമായ ദുർവിചാരങ്ങളുടെ വൃത്തിഹീനതകളുടേയും ശുചീകരണമായി ഓണത്തെ കരുതുന്നുണ്ട്. ശുചീകരണം ഓണത്തിന്റെ ഒരുക്കത്തിലൂടെ നിറവേറ്റപ്പെടുന്നു. മനസ്സിലുള്ള നമ്മുടേതായിട്ടുള്ള പല ചിന്തകളും, ദുഷ്ചിന്തകളും, ഒപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള പരിസരത്തിൻ്റെതുമായിട്ടുള്ള ചിന്തകളുമായിട്ടും അത് നമ്മുടെ വൃത്തിഹീനതകളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഓണം എന്ന് പറയുകയാണ്. ഇങ്ങനെ മനസ്സിനെ വൃത്തിയാക്കുന്നതും ചുറ്റുപാടുകളെ വൃത്തിയാക്കുന്നതും കൂടിയാണ് ഓണം എന്ന് പറയുന്നത്. നോക്കാം, കർക്കിടക സംക്രാന്തി മുതൽ, കർക്കിടക മാസത്തിൽ സംക്രാന്തി മുതൽ ഓണത്തിന്റെ ഒരുക്കം തുടങ്ങുകയാണ്. കർക്കിടക മാസം ആയിക്കഴിഞ്ഞാൽ വൃത്തിയാക്കൽ തുടങ്ങുകയാണ്. ഓരോന്നായി ഓണത്തിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങുകയാണ്. നോക്കാം, അന്നാളിലെ പ്രധാന ചടങ്ങുകളിൽ ഒന്ന് ചേട്ടയെ കളയുകയാണ്. ചേട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദുർമൂർത്തിയാണ് അല്ലെ. നല്ലതുണ്ടെങ്കിൽ ചീത്തയും ഉണ്ട് എന്ന് പറയുന്നത് പോലെ നല്ലൊരു ദൈവം ഉണ്ടെങ്കിൽ ദുഷ്ദേവതകളും ഉണ്ടാവും. അതിനെ നമ്മുടെ വീടിന്റെ ഉള്ളിൽ നിന്ന്, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് കളയലാണ് അല്ലെ. നമുക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്, ആരും കാണുന്നില്ലല്ലോ, ഇത് ചെയ്യാം എന്ന് വിചാരിക്കുമ്പോഴും നമ്മുടെ മനസ്സ് ചിലപ്പോൾ സമ്മതിക്കാറില്ല. വേണ്ട, ആരും കാണുന്നില്ലെങ്കിലും അത് തെറ്റാണ് എന്ന് പറയാറുണ്ട് അല്ലെ. അതുപോലെ നമ്മുടെ ഉള്ളിലെ ആ ദുഷ്ദേവതയെ, ഒപ്പം നമ്മുടെ വീടിൻ്റെ ഉള്ളിലെ ആ ദുർവിചാരങ്ങളെയും വൃത്തിഹീനതകളെയും ഒക്കെ പുറത്താക്കുന്ന ഒരു ചടങ്ങാണ് ചേട്ടയെ കളയുക. അന്ന് വീടിന്റെ അകവും പുറവും ശുദ്ധീകരിക്കുന്നു. അശണ്ടകളെ ഒരു പൊട്ടക്കലത്തിൽ ശേഖരിച്ച് ഒരു സ്ത്രീ അതെടുത്ത് ചൂലും ചാണകവുമായി പടിപ്പുറത്തെത്തുമ്പോൾ ചേട്ടേ ചേട്ടേ പോ എന്നട്ടഹസിക്കും. അങ്ങനെ ഐശ്വര്യം അകത്തെത്തുകയും എന്നതാണ് സങ്കല്പം. അപ്പോ ഒരു സ്ത്രീ ഒട്ടക്കലത്തിൽ ഇക്കണ്ട വേസ്റ്റുകളൊക്കെ, അതായത് അവിടെ നടിച്ചു കൂട്ടിയ ചെളിയും മറ്റുമായി എല്ലാ വേസ്റ്റുകളും ഇട്ടുകൊണ്ട് പുറത്തെ പറമ്പിലേക്ക് കൊണ്ടുപോയി കളയുകയും ചേട്ടേ ചേട്ടേ പോ എന്ന് പറയുകയും ഐശ്വര്യത്തെ, സന്തോഷത്തെയും സമാധാനത്തെയും വീട്ടിൽ നിറയ്ക്കുകയും ചെയ്യുക എന്നൊരു ചടങ്ങ് ഈ ഒരു കാലഘട്ടത്തിൽ നടന്നിരുന്നു. അപ്പോൾ ഓണത്തെ സംബന്ധിച്ച് ഓണം ഒരു ശുചീകരണത്തിന്റെ, വൃത്തിയുടെ, അത് മനസ്സിന്റെയും പരിസരത്തിന്റെയും വൃത്തിയായി മാറുന്നു എന്നാലോചിക്കുക. അങ്ങനെ ഒരു ചടങ്ങ് കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. നോക്കാം, തിരുവാതിരയുടെ ചടങ്ങുകൾ എന്തൊക്കെയാണ്. തിരുവാതിര എന്ന് പറയുന്ന ചടങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അത് പാർവതിയുടെ വ്രതവുമായി തപസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇനി അതിനെന്താണ് ഒരു സ്ത്രീ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, തിരുവാതിര ആഘോഷം സ്ത്രീകളുമായി ചേർന്ന് നിൽക്കുന്നു. കുടുംബ ജീവിതത്തിന്റെയും ദാമ്പത്യ ജീവിതത്തിന്റെയും സൗഖ്യമാണ് അല്ലെ. കുടുംബ ജീവിതത്തിന്റെയും ദാമ്പത്യ ജീവിതത്തിന്റെയും സൗഖ്യം, കുടുംബത്തിന്റെയും ദാമ്പത്യത്തിന്റെയും സൗഖ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബവും ദാമ്പത്യവും അല്ലെ, ഭാര്യയും ഭർത്താവും ആ കുടുംബവും നല്ല രീതിയിൽ ജീവിക്കണം. ഇതാണ് അതിന്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന കൂടിയായി മാറുകയാണെന്ന് പറയുകയാണ് തിരുവാതിരയുടെ ലക്ഷ്യം. അശ്വതി നാൾ മുതൽ വിവാഹിതരായ സ്ത്രീകൾ പുലർച്ചെ തെളിവെള്ളത്തിലിറങ്ങി സഖികളോടൊപ്പം ആടുകയും പാടുകയും ഉല്ലസിക്കുകയും ചെയ്യുന്നു. പ്രഭാതത്തിൽ ശുഭ്രവസ്ത്രം ധരിച്ച്, ശുഭ്രവസ്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശുഭ്രവസ്ത്രം വൃത്തിയുള്ള വസ്ത്രം അല്ലെ, വെളുത്ത വസ്ത്രം എന്നൊക്കെ അർത്ഥമാകുകയാണ്. ശുഭ്രവസ്ത്രം ധരിച്ച് അണിഞ്ഞൊരുങ്ങി ഊഞ്ഞാലാടുകയും കൈകൊട്ടി കളിക്കുകയും വേണം എന്നതാണ് ഈ ഒരു ദിനത്തിന്റെ പ്രത്യേകത. ഇളനീര്, കിഴങ്ങ്, പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവ ഭക്ഷിക്കുന്നു. രാത്രിയിൽ സ്ത്രീകൾ നടുമുറ്റത്തൊരുമിച്ച് ചേർന്ന് ആതിരപ്പൂ ചൂടും. ഇതൊക്കെയാണ് അതിന്റെ ചടങ്ങുകളായിട്ട് വരുന്നത്. അപ്പൊ ഈ ചടങ്ങുകൾ എന്തിനാണ് നടത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാമ്പത്യത്തിന്റെയും കുടുംബത്തിന്റെയും സൗഖ്യത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ടാണ് എന്ന് ആലോചിക്കുക. അത് രാവിലെ ഉണർന്നുകൊണ്ട് തെളിനീരിൽ കുളിച്ചുകൊണ്ട് ശുഭ്രവസ്ത്രം ധരിച്ചുകൊണ്ട് അന്നത്തെ ദിവസം മൊത്തം ഇതുപോലെ നല്ല ചിന്തകളുമായി കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു രീതിയിലേക്കുള്ള പ്രാർത്ഥനകളെയൊക്കെ മാറ്റിവെക്കുന്ന ചടങ്ങുകളാണ് തിരുവാതിര ചടങ്ങുകൾ എന്ന് ആലോചിച്ചു വെക്കുക. ഇതിലെ പോയിന്റുകളൊന്ന് മനസ്സിലേക്ക് ഇട്ട് വെക്കുക കേട്ടാ. അധ്വാനിക്കുക. നോക്കാം,
അധ്വാനിക്കുക, ആഹ്ലാദിക്കുക, അനുഭവിക്കുക എന്നതാണ് കേരളീയ ജീവിതാദർശ്യം. അതിനും പ്രകൃതി അനുകൂലമാകുന്നത് എങ്ങനെ? ഈ 3 പോയിന്റ് അല്ലെ, ഈ 3 നിങ്ങൾ കൃത്യമായി ഓർത്തിരിക്കുക. കാരണം ഈ ഒരു പാഠഭാഗത്തിൽ നിന്നുള്ള ചോദ്യത്തിന് നമുക്ക് എഴുതാനുള്ള 3 പോയിന്റാണ്. അധ്വാനിക്കുക, ആഹ്ലാദിക്കുക, അനുഭവിക്കുക. ഇതാണ് കേരളീയരുടെ ജീവിത ആദർശ്യം. അവരുടെ ലക്ഷ്യം തന്നെ അതാണ്. അധ്വാനിക്കും, നന്നായി അധ്വാനിക്കും. അധ്വാനിക്കുക മാത്രം പോരാ അല്ലെ, അധ്വാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആഹ്ലാദം കണ്ടെത്താനും അത് അനുഭവിക്കാനും കൂടി സാധിക്കണം. അങ്ങനെയാണ് കേരളീയരുടെ ജീവിതം എന്ന് പറയുകയാണ്. അതിന്റെ എന്താണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പ്രകൃതി നമ്മളോട് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നോക്കാം. ഋതുക്കളെ അടിസ്ഥാനമാക്കിയാണ് കേരളത്തിന്റെ കാർഷിക ജീവിതം രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഋതുക്കളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് കൃഷി ചെയ്യുക. നല്ല മഴക്കാലത്ത് കൊണ്ട് കണ്ട് വിത്തിട്ട് കഴിഞ്ഞാൽ ആകെ വെള്ളം വന്ന് ആകെ നശിച്ചു പോകും അല്ലെ. അപ്പൊ ഓരോ കാലഘട്ടത്തിലും ഏതേത് വിളകളാണ് കൃഷി ചെയ്യേണ്ടത് എന്നത് കൃത്യമായൊരു ധാരണ കർഷകർക്കുണ്ട്. നമ്മുടെ കേരളത്തിലെ ഓരോരുത്തർക്കും അത് മനസ്സിൽ കൃത്യമായി കിടപ്പുണ്ട് എന്ന് പറയുകയാണ്. ശരത്കാലത്തിലെ ആഘോഷമാണ് വിഷു. ആലോചിച്ചു വെക്കുക, ശരത്കാലത്തിലെ ആഘോഷമാണ് വിഷു. ശരത്തിന്റെ തുടക്കത്തിലാണ് വിഷു ഉണ്ടാകുന്നത്. മേടം മുതൽ ശരത്ത് ആരംഭിക്കുന്നു. ഇക്കാലത്തിൽ കണിക്കൊന്ന പൂത്തുലയുന്നു. കണിക്കൊന്ന പൂക്കുകയാണ് അല്ലെ, നല്ല ചൂട് വരുമ്പോൾ കണിക്കൊന്ന പൂക്കും. അങ്ങനെ ശരത്കാലത്തില് കണിക്കൊന്ന പൂക്കുകയാണ്. കണിക്കൊന്നയാണ് ശരത്കാലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൂവ്. വിഷുവിന് ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷത്തിൽ നമ്മൾ കണി കാണുന്നതുമായി ബന്ധപ്പെട്ട് കണിക്കൊന്നയില്ലാതെ കണി കാണാറില്ല അല്ലെ. അപ്പോ കണിക്കൊന്ന പൂത്തുലയുന്നു. വിഷു പക്ഷി കർഷകരെ വിളിച്ചുണർത്തുന്നു. വിഷു പക്ഷി അല്ലെ, ഒരു വിഷുപക്ഷി എന്ന് പറയുന്ന ഒരു പക്ഷിയുടെ സങ്കല്പവും നമുക്കുണ്ട്. വിത്തും കൈക്കോട്ടും വിത്തും കൈക്കോട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വിളിച്ചുണർത്തുന്ന ഒരു പക്ഷി വരികയാണ് ആ ഒരു സമയത്ത്. അടുത്ത ആണ്ടറുതി ഓണമാണ്. ഓണം ആലോചിക്കുക. വട്ടന്റെ ചുണ്ടു ചുമന്നാൽ അത്തം മുറ്റത്തെത്തും. അത്തം 10-ന് തിരുവോണം എന്നാണ് പറയാറ് അല്ലെ. അപ്പോ അത്തം മുറ്റത്തെത്തുകയാണ്. വട്ടന്റെ ചുണ്ടു ചുവന്നാൽ ദേ അവിടെയും ഒരു പൂവുമായി ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. ആ പൂവുണ്ടായി കഴിഞ്ഞാൽ ദേ അത്തം ആവാറായി എന്ന സൂചനയാണ്. തൊഴുത്തിൻ പുറത്ത് മഞ്ഞപ്പൂ വിരിയുന്നു. തൊഴുത്തിൻ പുറത്ത് മഞ്ഞപ്പൂ വിരിയാണ്. ദേ കുമ്പളത്തിന്റെയൊക്കെ പൂവുകൾ വിരിയുകയാണ് അല്ലെ. ആ പൂക്കൾ മത്തയുടെയൊക്കെ പൂ വിരിയുകയാണ്. അത് മഞ്ഞ നിറത്തിലാണ്. അത് ഏത് കാലത്താണ് ഉണ്ടാകുന്നത്? ഈ ശരത്കാലം കഴിഞ്ഞു അല്ലെ, ആ ഒരു കാലഘട്ടത്തിലാണ് ഉണ്ടാകുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ്. അങ്ങനെ പൂക്കളുടെ ഉത്സവമായി ഓണം മാറുന്നു. പല വിധത്തിലുള്ള പൂക്കൾ ഉണ്ടാവണം. മഞ്ഞപ്പൂക്കൾ എന്ന് പറയുന്നത് അതായത് നമുക്ക് പച്ചക്കറിയുടെ പൂക്കളടക്കം ഉണ്ടാകുന്നത് ഈ ഒരു ശരത്കാലത്തിലാണെന്ന് പറയുകയാണ്. ആ പൂവിന്റെ പ്രത്യേകത അതൊരു മഞ്ഞ നിറത്തിലുള്ള പൂവാണ് അല്ലെ. അതൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ഈ കുമ്പളത്തിന്റെയും മത്തയുടെയൊക്കെ പൂ ഒരു മഞ്ഞ പൂവാണ്. ആ പൂവും ഈ കാലഘട്ടത്തിലാണ് ഉണ്ടാകുന്നത്. അങ്ങനെ പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് നമ്മുടെ ഓണം എന്ന് സൂചിപ്പിക്കുകയാണ്. വൃശ്ചിക കാറ്റടങ്ങി മഞ്ഞു വീഴുന്നു. ഇല കൊഴിഞ്ഞ ഹേമന്ത ഋതുവിനെ ആഘോഷമായാണ് തിരുവാതിര. അങ്ങനെ വൃശ്ചിക കാറ്റ് കഴിയുമ്പോൾ തിരുവാതിരയാകുകയാണ്. വൃശ്ചികം കഴിഞ്ഞു കഴിയുമ്പോൾ തിരുവാതിര എന്ന അടുത്ത ആഘോഷമാണ് നമുക്ക് വരുന്നത് അല്ലെ. ഇത്തരത്തിൽ ഓരോ ആഘോഷത്തിനും പ്രകൃതി അനുകൂലമായി തീരുന്നു. പ്രകൃതി അനുകൂലമാകുമ്പോഴാണ് ആ ആഘോഷം നമുക്ക് വൃത്തിയോട് കൂടിയിട്ടും സന്തോഷത്തോടു കൂടിയിട്ടും ആഘോഷിക്കാൻ പറ്റുക അല്ലെ. ഇപ്പോ പ്രകൃതി അങ്ങനെ അനുകൂലമായിരുന്നില്ല. പ്രകൃതി നമ്മളോട് നമ്മൾ ചെയ്ത ചില കാര്യങ്ങൾ കൊണ്ട് അല്ലെ, അനധികൃതമായി നമ്മൾ കാട്ടിലേക്കും മലയിലേക്കും കയറി ചെല്ലുകയും നമ്മുടെ അതിക്രമങ്ങൾ അവിടെ ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ആ മല മുഴുവനായി ഇടിഞ്ഞു വന്നു. അതുകൊണ്ട് പ്രകൃതി ഇന്ന് നമുക്ക് അനുകൂലമായി നിൽക്കാത്തത് കൊണ്ട് ഓണം എന്ന ഇപ്രാവശ്യത്തെ ആഘോഷത്തെ നമ്മളൊന്ന് ചുരുക്കുകയാണ്. അതുപോലെ പ്രകൃതി അനുകൂലമായി തീരുമ്പോൾ ഓരോ ആഘോഷവും സമ്പന്നവും സമൃദ്ധവുമാവുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ. അടുത്ത ചോദ്യം നോക്കാം. ഈ ഋതു വേനൽ ചൂടിലൂടെ ഇഴഞ്ഞിഴഞ്ഞു നീങ്ങുന്നു. ഈ ഋതു വേനൽ ചൂടിലൂടെ ഇഴഞ്ഞിഴഞ്ഞു നീങ്ങുന്നു. ഋതു എന്ന് പറയുന്നത് കാലമാണ് അല്ലെ. അപ്പൊ ഈ ഇഴഞ്ഞിഴഞ്ഞു നീങ്ങുക എന്ന പ്രയോഗത്തിന് എന്താണ് പ്രത്യേകത എന്ന് 2 മാർക്കിന്റെ ചോദ്യം ചോദിക്കാറുണ്ട്. നോക്കാം. ഈ ഋതു ഇഴഞ്ഞിഴഞ്ഞു പോകുന്നു എന്ന് പറയുമ്പോൾ വേനൽക്കാലത്തെ പ്രയാസമേറിയ നാളുകൾ
വേനൽക്കാലം പ്രയാസമുള്ളതാണ് അല്ലെ, വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. നമുക്ക് തണുപ്പൊക്കെ പിന്നെയും കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ചൂടാവുമ്പോൾ നമ്മൾ ആകെ ഇതെന്താണ് വല്ലാത്ത ചൂട്, ഇത് മാറുന്നില്ല എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അങ്ങനെയാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പെട്ടെന്ന് കഴിയുന്നത് പോലെ തോന്നും. പക്ഷെ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതെന്താ സമയം നീങ്ങാത്തത് എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള കാലമാണ് വേനൽക്കാലം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുക എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. പാമ്പിഴഞ്ഞു പോകുന്നത് പോലെ പതുക്കെ പോകുന്നു എന്ന സൂചന നൽകുന്നു. ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ പോകുന്നു എന്ന സൂചനയാണ് നമുക്കിവിടെ നൽകുന്നത്. വേനൽക്കാലം കഴിയുന്നില്ലല്ലോ എന്ന ഉത്കണ്ഠയും അതിലടങ്ങിയിരിക്കുന്നു. ഈ വേനൽക്കാലം എന്താ കഴിയാത്തത് അല്ലെ? നമുക്ക് ഇഷ്ടമില്ലാത്ത കാലങ്ങൾ അങ്ങനെയാണ്. ഭയങ്കര ചൂടായിരിക്കും അല്ലെ, വെയില് പുറത്തിറങ്ങിയ ആകെ കയ്യൊക്കെ ആകെ പൊള്ളി, മേലൊക്കെ ആകെ അല്ലേ, അങ്ങനത്തെ ആകെ പ്രശ്നമാണ്. അപ്പൊ അങ്ങനെയുള്ള കാലം കഴിയാൻ വേണ്ടി, ബുദ്ധിമുട്ടുള്ള കാലം കഴിയാൻ വേണ്ടിയിട്ട് വല്ലാത്ത പ്രയാസമായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ മനുഷ്യന്റെ ഉത്കണ്ഠയെ കൂടി കാണിക്കുന്നതാണ് ഇഴഞ്ഞിഴഞ്ഞു നീങ്ങുക, പതുക്കെ പോവുക എന്ന ആ ഒരു പ്രയോഗം എന്ന് മനസ്സിലാക്കുക. ചാമുണ്ടിക്കാവിന്റെ മുറ്റത്ത് പൂത്തു നിൽക്കുന്ന കുങ്കുമം ഈ വിനോദവേളയുടെ കളിവിളക്ക് നാട്ടലാണ്. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കാറുണ്ട്. കളിവിളക്ക് നാട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് ചാമുണ്ടിക്കാവിന്റെ ആ അമ്പലത്തിന്റെ മുറ്റത്ത് കുങ്കുമം പൂക്കാറുണ്ട്. കുങ്കുമം പൂക്കുമ്പോൾ അതിനെ കളിവിളക്ക് നാട്ടലായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ കാരണം എന്ന് നമ്മൾ നോക്കുകയാണ്. എന്താ നോക്കാം. അരങ്ങത്ത് അവതരിപ്പിക്കുന്ന കലാരൂപങ്ങളുടെ ആരംഭത്തെ സൂചിപ്പിക്കുന്നതാണ് കളിവിളക്ക് നാട്ടൽ. അരങ്ങത്ത് അവതരിപ്പിക്കുന്ന കലാരൂപങ്ങളുടെ ആരംഭം. എന്തെങ്കിലും ഒരു കല അവതരിപ്പിക്കുകയാണ്. ആ ഒരു കല അവതരിപ്പിക്കുന്നതിന് മുൻപായിട്ട് അരങ്ങത്ത് എന്ത് ചെയ്യും? ഒരു വിളക്ക് കത്തിച്ചു വെക്കും. അത് ആ വിളക്ക് കത്തിച്ചു വെക്കുമ്പോൾ എന്തൊക്കെയോ പ്രത്യേകത ആ വിളക്കിനുണ്ട്. അതാണ് നമ്മൾ നോക്കുന്നത്. കളിവിളക്ക് കലാരൂപത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഉണ്ടാകും അല്ലെ. അങ്ങനെ ഒരു കളി ആരംഭിക്കുക, ഒരു കലാരൂപം ആരംഭിക്കുന്നതിന് മുൻപ് കൊളുത്തി വെക്കുന്ന വിളക്കിനെയാണ് നമ്മൾ കളിവിളക്ക് എന്ന് പറയുന്നത്. ഈ വിളക്ക് ആ കളിയുടെ, ആ കലാരൂപത്തിന്റെ അവതരണത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അല്ലെ, അവസാനം വരെ ഉണ്ടാകും. നോക്കാം. ഉണ്ടാകുകയും കലയെ പ്രകാശമാനമാക്കുകയും ചെയ്യും. കലയെ പ്രകാശമാനമാക്കുകയും ചെയ്യും. കളിവിളക്ക് എങ്ങനെയാണോ അരങ്ങിനെ പ്രകാശിപ്പിക്കുന്നത്, അതുപോലെ പൂക്കൾ തനിക്ക് ചുറ്റുമുള്ള പ്രകൃതിയെ പ്രകാശമാനമാണ് ആക്കുന്നത്. ഒരു വിളക്ക് എങ്ങനെയാണോ ആ കളിക്ക് സന്തോഷവും ഐശ്വര്യവും നൽകുന്നത്, അതുപോലെ പൂക്കള് ഈ പ്രകൃതിയിൽ ജീവിക്കുന്ന മനുഷ്യർക്കും പ്രകൃതിക്കും ഒക്കെ സന്തോഷവും ഐശ്വര്യവും നൽകി നിൽക്കുകയാണ് എന്ന് സൂചന കിട്ടുകയാണ്. കാവിന്റെ മുറ്റത്ത് പൂത്തു നിൽക്കുന്ന കുങ്കുമം ഉത്സവങ്ങളുടെ വരവറിയിക്കുന്നു എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാവിന്റെ മുറ്റത്ത് പൂത്തു നിൽക്കുന്ന കുങ്കുമം, അത് ആ കുങ്കുമത്തെയാണ് അവിടെ എന്തായിട്ട് പറഞ്ഞിരിക്കുന്നത്? കളിവിളക്കായി ഉപമിച്ചിരിക്കുന്നത്. ആ കുങ്കുമം പൂക്കലിനെയാണ് കളിവിളക്കായി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണോ ഒരു കലാരൂപത്തിന് മുൻപായി വിളക്ക് കൊളുത്തുന്നത്, അതുപോലെ നമ്മുടേതായ ആഘോഷങ്ങൾക്ക് മുൻപായി പൂക്കുന്ന ഒരു കുങ്കുമത്തെ കളിവിളക്ക് നാട്ടലുമായാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. കളിവിളക്ക് നാട്ടുന്നത് ഒരു കലാരൂപം ആരംഭിക്കുമ്പോഴാണെങ്കിൽ ഇവിടത്തെ ആഘോഷങ്ങൾ ആരംഭിക്കുമ്പോൾ ആ കുങ്കുമം പൂക്കും. ആ കുങ്കുമം പൂത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ചാമുണ്ടിക്കാവിന്റെ ചുറ്റുപാടുമുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാവും ആഘോഷങ്ങളുടെ കാലം വരവായി. അതിന്റെ ഒരു സൂചനയാണ്, ഒരു തുടക്കം കുറിക്കലാണ് കളിവിളക്ക് നാട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആലോചിച്ച് വെക്കുക. തുടക്കം കുറിക്കുക, തുടക്കം കുറിക്കുക. അപ്പൊ കളിവിളക്ക് നാട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം കുറിക്കുക എന്നതാണെന്ന് ആലോചിച്ച് വെക്കുക. ഇത് പ്രധാനപ്പെട്ടതാണെന്ന് പറയുകയാണ്. ഒപ്പം അടുത്ത ചോദ്യമുണ്ടോ നോക്കാം. മേടം മുതൽ ശരത്ത് ആരംഭിക്കുകയാണ്. അതിൻ്റെ നാട്ടലിൽ കൊടി നാട്ടൽ എന്ന പോലെ ശബളാപമായ കണിക്കൊന്ന അരങ്ങേറുന്നു. കൊടിനാട്ടൽ
ഏതൊരു അമ്പലത്തിലും ഏതൊരു പരിപാടിക്കും, അത് പള്ളിയിലായാലും എന്തിലായാലും, അവിടുത്തെ പെരുന്നാളായാലും ഉത്സവങ്ങളൊക്കെ തുടങ്ങുമ്പോൾ കൊടി നാട്ടുക, അല്ലെ, കൊടി ഉയർത്തുക എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അതുപോലെ മേടം മുതൽ ശരത്ത് ആരംഭിക്കുകയാണ്. അതിൻ്റെ കൊടിനാട്ടൽ എന്ന പോലെ ശബളാപമായ കണിക്കൊന്ന വിരിയുമ്പോൾ വിഷുവിന്റെ കൊടി ഉയർത്തിയതുപോലെയാണെന്നാണ് വീട്ടി പറയുന്നത്. കണിക്കൊന്ന വിരിയുമ്പോൾ വിഷുവിന്റെ കൊടി ഉയർത്തുകയാണ്. വിഷുവാകുന്ന ആഘോഷത്തെ നാലാളിലെ കാണെ അറിയിക്കുകയാണ്, കൊടി ഉയർത്തി അറിയിക്കുകയാണ് പ്രകൃതി തന്നെ എന്ന് പറയുകയാണ്. ഋതുപ്പിറവിയുടെ ആരംഭമാണ് മേടമാസം. മേടമാസത്തിലാണ് കൊന്ന പൂക്കുന്നത്. മേടത്തിൽ പൂക്കുന്ന കൊന്നകൾ ഈ ഋതുവിന്റെ വരവറിയിക്കുന്നതായി കൽപ്പിക്കുന്നു. ഉത്സവത്തിന്റെ ആരംഭത്തിൽ കൊടി നാട്ടാറുണ്ട്. അത്തരം ഉത്സവത്തെ വരവേൽക്കാനായി പ്രകൃതി തന്നെ കൊന്നയിലൂടെ കൊടി നാട്ടിയതായി കൽപ്പിക്കുന്നു. പ്രകൃതി തന്നെ കൽപ്പിക്കുകയാണ്, പ്രകൃതി നമ്മളെ അറിയിക്കുകയാണ്. എങ്ങനെയാണോ ഒരാഘോഷത്തിന് നമ്മൾ കൊടി ഉയർത്തുന്നത്, അതുപോലെ നമ്മുടെ കേരളീയരുടെ ആഘോഷത്തിന്റെ കൊടി ഉയർത്തലായി കണിക്കൊന്ന പൂക്കുകയാണ് എന്നാണ് ഈ ഒരു കൊടിനാട്ടൽ എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ആലോചിക്കുക. പേടി സ്വപ്നം പോലെ തൂങ്ങി നിൽക്കുന്ന കാലവർഷം. പ്രയോഗ ഭംഗി വ്യക്തമാക്കുക. തൂങ്ങി നിൽക്കുന്ന കാലവർഷം, എന്താണ് ഈ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് ചോദ്യം. നോക്കാം. കർക്കിടക മാസം വറുതിയുടെ നാളുകളാണ്. വറുതി എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടാത്തത്. കർക്കിടകമായി കഴിഞ്ഞാൽ കർക്കിടകം ദുർഘടകം എന്നാണ് പറയാറ്, അല്ലെ? കർക്കിടക മാസം ദുർഘട മാസം എന്നാണ് പറയാറ്. അതായത് ഒന്നും കിട്ടാത്ത, കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു കാലമായിട്ടാണ് നമ്മൾ കർക്കിടക മാസത്തെ കാണുന്നത്. വേലയും കൂലിയും ഇല്ലാത്ത പഞ്ഞ കർക്കിടകം കർഷകരെ ഏറെ ഭയപ്പെടുത്തുന്നു. തൂങ്ങി നിൽക്കുന്ന കാലവർഷം എന്ന പ്രയോഗം പെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന കാലവർഷത്തെ സൂചിപ്പിക്കുന്നു. പെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന, നല്ല മഴ പെയ്യാൻ നിൽക്കുകയാണ്, അല്ലെ? തൂങ്ങി നിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോ വേണമെങ്കിലും നിലത്തേക്ക് വീഴാം. അതുപോലെ കാലവർഷം തൂങ്ങി നിൽക്കുകയാണ് എന്ന് പറയുന്നതിലൂടെ എപ്പോ വേണമെങ്കിലും എന്തും സംഭവിക്കാം, അല്ലെ? ഒരു മഴ വീഴാം. അതല്ലാതെ കർക്കിടകത്തിൽ വറുതിയിൽ ജനങ്ങൾ വലഞ്ഞിരിക്കുകയാണ്. ഇല്ലായ്മയിലൂടെ ഒന്നും അവർക്ക് ഭക്ഷിക്കാൻ പോലും ഇല്ലാത്ത കാലമായി കൂടി അത് ഓരോ മനുഷ്യരുടെയും, കേരളത്തിലുള്ളവരുടെ പേടി സ്വപ്നമായും ഇല്ലായ്മയുടേതായും മാറുകയാണ്. അതാണ് അതിലെ അടുത്ത ഒരു പോയിന്റ് ആയിട്ട് വരുന്നത്. നോക്കാം. കരിയിട പേറുന്ന കണ്ടങ്ങളിൽ വിരിപ്പ് വിള കാറ്റാടി നിൽക്കുകയാണ്. വിരിപ്പ് വിള, ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ എന്താണാവോ എന്നൊരു ചിന്ത ഉണ്ടാകുമെങ്കിൽ അവിടെ നിന്നാണ് നമുക്ക് ചോദ്യം. കരിയിട പേറുന്ന കണ്ടങ്ങളിൽ പാടങ്ങളിൽ വിരിപ്പ് വിള കാറ്റാടി നിൽക്കുകയാണ്. വിരിപ്പ് വിള നമ്മൾ കേട്ടിട്ടുണ്ട്. 3 തരത്തിലുള്ള വിള നമുക്ക് കേരളത്തിൽ നിലവിലുണ്ട്, അല്ലെ? അതിലൊന്നാണ് വിരിപ്പ്. പുഞ്ച കേട്ടിട്ടുണ്ടാവുമല്ലോ, പുഞ്ചപ്പാടം എന്ന് കേട്ടിട്ടുണ്ടാവും. പുഞ്ച, വിരിപ്പ്, ഇതൊക്കെ കേരളത്തിലുള്ള കൃഷി രീതിയുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് എന്ന് ആലോചിച്ച് വെക്കുക. കാളകളുടെ തോളിൽ നുകം വെച്ച് അതിനോട് കലപ്പ ചേർത്തു കെട്ടിയാണ് നിലമൊഴുകുന്നത്. നുകം വെച്ച്, അല്ലെ? കാളകളുടെ മേലെ നുകം വെച്ചുകൊണ്ട് അതിൽ കലപ്പയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെ? ചെറിയ ക്ലാസ്സിൽ അതിന്റെ ചിത്രമെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് കലപ്പ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ടാവും, അല്ലെ? അപ്പൊ അതിന്റെയൊക്കെ മുകളിൽ കലപ്പ ചേർത്ത് കെട്ടിയാണ് നിലമുഴുതിരുന്നത്. കേരളത്തിന്റെ പരമ്പരാഗതമായ നെൽകൃഷിയെ 3 കൃഷി വേളകളായാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്, അല്ലെ? നെൽകൃഷിയിലെ 3 കൃഷിവേളകളിൽ ഒന്നാണ് വിരിപ്പ്. അങ്ങനെ 3 കൃഷി രീതികൾ ഉണ്ടെങ്കിൽ അതിലെ ഒരു കൃഷി രീതിയാണ് വിരിപ്പ് എന്നാലോചിച്ച് വെക്കുക. കാലവർഷം തുടങ്ങുന്നതിന് മുൻപേ മേടമാസത്തിൽ ആരംഭിക്കുന്ന വിരിപ്പ് കൃഷി ചിങ്ങം കന്നിയോടെ കൊയ്യുന്നു. ചിങ്ങം കന്നിമാസമാകുന്നതോട് കൂടിയിട്ട് ഈ കൃഷിക്ക് അവസാനമാകുകയാണ്, കൊയ്തെടുക്കുകയാണ്. ആ സമയത്ത് എന്ത് സംഭവിച്ചു നോക്കാം. ഉഴുതുമറിച്ച പാടത്തിൽ നെല്ല് വിളഞ്ഞു നിൽക്കുന്നു എന്ന് സാരം. ഉഴുതുമറിച്ച് നിൽക്കുന്ന പാടത്തില് നെല്ലിങ്ങനെ വിളഞ്ഞു നിൽക്കുകയാണ്. ആ വിളവാണ് വിരിപ്പ് വിള കാറ്റാടി നിൽക്കുകയാണ് എന്ന് പറയുന്നത്. അത് വിളഞ്ഞു നിൽക്കുമ്പോൾ കാറ്റത്ത് അതിങ്ങനെ ആടുകയാണ്. അതാണ് വിരിപ്പ് വിള കാറ്റാടി നിൽക്കുകയാണ് എന്ന് പറയുന്നത്. ആ വിരിപ്പ് എന്ന് പറയുന്നത് കേരളത്തിലെ കൃഷി രീതിയുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് എന്നാലോചിച്ച് വെക്കുക, ഒരു രീതിയാണ് എന്നാലോചിച്ച് വെക്കുക. ഇത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോ നമ്മുടെ ചോദ്യങ്ങൾ
അങ്ങനെ അവസാനിക്കുകയാണ്. നോക്കാം, ഏറ്റവും അവസാനത്തെ ചോദ്യവും നമ്മൾ പറഞ്ഞു അല്ലെ. ഇത്രയുമാണ് ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിട്ട് വരുന്നത്. ഇതില് കൃഷിരീതി നമ്മൾ നോക്കി, ഓരോ ഋതുക്കളെ കുറിച്ചും നമ്മൾ നോക്കി. അങ്ങനെ ഇക്കണ്ട കാര്യങ്ങൾ, പൂക്കൾക്കുള്ള പ്രാധാന്യം, ഒരുപാട് പൂക്കളെ കുറിച്ച് പാഠഭാഗത്തിൽ പറയുന്നുണ്ട് അല്ലെ. ആ പൂക്കളും കേരളീയ സ്ത്രീകളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ടതാണ്. അപ്പൊ എന്താണ് ആണ്ടറുതി എന്ന് പഠിച്ചു വെക്കുക. ആണ്ടറുതി കേരളത്തിൽ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ആ 3 എണ്ണത്തിന്റെയും പ്രത്യേകത അധ്വാനിക്കുക, ആഹ്ലാദിക്കുക, അനുഭവിക്കുക, ഈ വാക്യത്തിന്റെ പ്രത്യേകത. ഇതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇത്രയും ചോദ്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതിക്കൊണ്ട് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.